ഇന്ദ്രനോ ചന്ദ്രൻ താനോ കന്തപ്പൻ താനോ യവൻ ധാരിയായ മാധവൻ താനോ ചൊൽവിൻ ആര്യനോ സൂര്യൻ താനോ ആര്യനെന്നറിയാതെ വീരഭൂപതി ചെന്ന കാര്യം നന്നായില്ല ഉത്തരം പറയുകയും ഓടിയും അങ്ങ് വെങ്ങും അത്തലോടലമന പൂക്കിൽ സകലരും സുതരൻ തന്റെ നായ്ക്കളെ ചുറ്റുമാക്കി തെരുവിടെ നടുവിലൂടെ അരമനക്കെടുത്ത നേരം വിരുദ്ധരാം മന്ത്രിമാരും പരിഭോജനങ്ങൾ മാറ്റും തെരുതരെ ഓടിച്ചെന്നങ് അരമതിലേറിയെന്നും അരമനയ്ക്ക് തങ്ങ് പൂക്കങ്ങാറ്റ് രാജദേവി പെരിയൊരു മഞ്ചമേറി ഭൂപതി വീരൻ താനും പെരുവരി കൊണ്ടുദേവി ഭൂപതിയോട് ചൊല്ലി പെരിയൊരു നോവഴിഞ്ഞു പുലികളെയൊക്കെ ചൊല്ലുവാൻ പുതുമലയാളി നല്ല ബിരുദനെന്നറിഞ്ഞുകൊണ്ട് എതിരവനോടെല്ലാരും മതലകഥനൊഴിഞ്ഞ് ഇത്തരം ദേവിവാക്യം സത്തരം കേട്ടു രാജൻ ചിത്തവിധിയോടവം ചൊല്ലിനാനയ്യനോടും അംഗവും ചുങ്കം നാടും നഗരവും പാടെ തന്നെ ഗംഗയെ വനത്തിലാക്കൂ ഗംഗു തന്നുള്ളതല്ല വേട്ടനായകൻ അയ്യൻ കേട്ടുടൻ വാർത്തയല്ല വാട്ടമില്ലാതെ തന്റെ നായ്ക്കളെ കാണ്ടാക്കി ഒട്ടപൂക്കരുജൻ മുമ്പിൽ ചെന്നുടൻ ചെന്നാൽ വാർത്ത കേട്ടുടൻ ഭൂമിപാലൻ വന്നതാ ചെയ്ത് വാഴ്ത്തി ചൊല്ലിനാൻ അയ്യനോടും മെല്ലവേ ഭൂവനോടും നല്ലൊരു ദിവ്യസ്ഥലം ശബരി വസിച്ചിടം കല്യാണപ്രദം നല്ലൊരാലയം പണി തീർത്തും സത്രകീർത്തനം യഥോചിതം പൂജാ നിവേദ്യാദിയും ആസാദ്യത്തെ മകരമാസമാതി തൊട്ടം 5 നാൾ മഹോത്സവം അതിനെ നീയും ഭക്തിയായി വന്നീടണം അവനീപതിയാ വാഴിയെന്ന വാക്യം പലരു കേട്ട ശേഷം പരിജന് പാണ്ഡ്യെന്ന ഭീതിയും തീർത്ത് പിന്നെ കേരളം പാണ്ഡിനാട് പരിജനോട് രക്ഷിവൻ ശബരിമല മുകളയ്യൻ കേരളൻ കുടികൊണ്ടെന്ന കൈമാസമാതിയായി പല പല നിയമമോടും ലോകരും വന്നുകൂടി പരിനോട് നാണിയും പറ്റി ലോകരും പോയ ശേഷം മലയോട് കൂടി വേഗ പിന്മല ആജ്ഞയാല് 100,000 സേന്മാർ തനിക്കും ജനമാൾ പെരുമാൾ മാറ്റും ഊഴിയിലുള്ള സ്ഥലവിനങ്ങൾക്കെല്ലാം സകലവല ദൈവമായിരിക്കും ശ്രീ ധർമ്മശാസ്താവിനെയും നടയൊല്ലിക്കൊള്ളുവിൻ പേരാറ്റിൻ പെരുമണലിൽ വെള്ളാനക്കഴുത്തിന്മേൽ വെള്ളിപ്പാവാടയും പിരിച്ചു വെള്ളിക്കരങ്ങും